അനുഗ്രഹമായി നമുക്ക് നൽകപ്പെട്ട ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതേസമയത്ത് നമ്മുടെ ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതാണ്. നമ്മുടെ ശ്രദ്ധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലും മാത്രമാകുമ്പോൾ അതിനെ നമ്മൾ പിടിച്ചു വയ്ക്കുകയാണ്. ഇതാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത്. അതേസമയത്ത് ജീവിതത്തെ നമ്മൾ അത്ഭുതമായിട്ട് കാണുകയാണെങ്കിൽ അവിടെ നമ്മുടെ മനസ്സിന് ഒരു വികാസം ഉണ്ടാകും. മനോഹരമായിട്ടുള്ള നീലാകാശം, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ഇവിടെ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മളോട് പുഞ്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം ആസ്വദിക്കാനും കാണാനും അനുഭവിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുകയാണെങ്കിൽ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഓരോ ചുവടിലും ജീവിതം അത്ഭുതം നിറഞ്ഞതാണെന്ന് നമുക്കറിയാൻ കഴിയും. പക്ഷെ നമ്മുടെ മനസ്സ് കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തും പോകുമ്പോൾ നിഷേധാത്മകമായ ചിന്തകളിൽപ്പെട്ട നമ്മൾ വേദനിക്കുമ്പോൾ അവിടെ നമ്മളിൽ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അത്ഭുതത്തെ, അതിൻ്റെ മനോഹരതയെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമുക്കൊപ്പമുള്ളവർക്ക് സന്തോഷവും സമാധാനവും നമുക്ക് നൽകാൻ കഴിയില്ല. നമ്മൾ സന്തോഷം അനുഭവിക്കുമ്പോഴാണ്, നമ്മൾ സമാധാനപ്പെടുമ്പോഴാണ് നമുക്കൊപ്പമുള്ള ആളുകൾക്ക് സമാധാനവും സന്തോഷവും നൽകാൻ കഴിയുക. ഈ നൽകാൻ കഴിയലെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ആനന്ദവും ശാന്തിയും അനുഭവിക്കലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കിയിട്ട് കൊടുക്കണം. അവബോധത്തോടെ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ശ്രദ്ധയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കതൊരു ധ്യാനമാണ്. എൻ്റെ ചുറ്റും നടക്കുന്നത് എന്താണ്, എൻ്റെ ശരീരത്തിൽ നടക്കുന്നത് എന്താണ്, എൻ്റെ ചിന്തകൾ ഏത് രീതിയിലാണ്, എൻ്റെ വികാരങ്ങൾ ഏത് രീതിയിലാണ്, പൂർണ്ണമായ ശ്രദ്ധ ഇതിനോടൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് എല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ട്. മനസ്സ് വർത്തമാനകാലത്തിലാണ്, ഈ നിമിഷത്തിലാണ്. അവിടെ കഴിഞ്ഞ കാലത്തിനോ ഭാവി കാലത്തിനോ വന്ന് ശല്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ചെറുതായുള്ള ഒരു ശ്രദ്ധ നമ്മൾ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. പക്ഷെ നമ്മൾ വിലപ്പെട്ട സമയം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും സമാധാനപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങളല്ല കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നമ്മളിലുണ്ട്. അത് എത്ര നേരം വേണമെങ്കിലും നമ്മൾ സംസാരിക്കും. ശരിക്കും എന്താണ് സംസാരിച്ചതെന്ന് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതേപോലെ നമ്മൾ ടി വി കാണുന്ന ആളാണെങ്കിൽ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കും. അതേപോലെ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഊർജം താഴോട്ട് പോവുകയാണ് ചെയ്യുക. ഈ ഊർജം താഴോട്ട് പോകുമ്പോൾ അത് ഉയർന്ന അവസ്ഥയിലല്ല എങ്കിൽ നമുക്ക് സമാധാനക്കേടാണ് ജീവിതത്തിൽ ഉണ്ടാവുക. അവിടെ നിഷേധാത്മകമായ ചിന്തകൾക്കും വികാരങ്ങൾക്കും കടന്നു വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്താൻ കഴിയും. ശരിക്ക് നമ്മൾ നമ്മുടെ സമയം ഏത് രീതിയിലാണോ ചെലവഴിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ സമാധാനം അനുഭവിക്കുന്നത്. മനസ്സിനെ ശാന്തമാക്കുന്ന, സ്വതന്ത്രമാക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിന് ഒരുക്കി കൊടുക്കണം. ഈ ഒരുക്കി കൊടുത്താൽ മാത്രം മതി. അതിന് നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കേണ്ട, കൂടുതൽ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കണമെന്നില്ല. അപ്പം ഈ ഒരു പറയുന്ന കാര്യങ്ങളെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ സമാധാനത്തിൻ്റെ അരികിലേക്ക് നമുക്ക് നടക്കാൻ കഴിയുന്നത്. ഒരിക്കൽ ഒരു മഹാത്മാവ് നടന്നു പോവുകയായിരുന്നു.
ആ സമയത്ത് ഒരു കുട്ടി അദ്ദേഹത്തെ നോക്കി വളരെ മനോഹരമായിട്ട് ചിരിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, നിൻ്റെ ചിരി വളരെ മനോഹരമാണ്, എത്ര മനോഹരമായിട്ടാണ് നീ ചിരിക്കുന്നത്, അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. അപ്പോഴാ കുട്ടി മഹാത്മാവിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ മഹാത്മാവ് കുട്ടിയോട് പറഞ്ഞു, ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത്, നീ വളരെ മനോഹരമായിട്ട് എന്നോട് നോക്കിയിട്ട് പുഞ്ചിരിച്ചില്ലേ, നീയാണ് എന്നെ സന്തോഷിപ്പിച്ചത്. അതേപോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ല, നമുക്കൊപ്പമുള്ള ആളുകളുടെയും സർവ്വജീവജാലങ്ങളുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും നിലനിർത്താൻ കഴിയുക. അത് നിലനിർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തെയും സമാധാനത്തെയും നമ്മൾ പിടിച്ചു വയ്ക്കുന്നില്ല. നമ്മൾ എത്ര കണ്ട ആളുകൾക്കത് കൊടുക്കാൻ കഴിയുന്നു, അത്ര കണ്ട് നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കൊപ്പം സമാധാനം ഒരു നിഴലായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഓരോ ആളും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അയാൾക്ക് ഒരുക്കി കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ അയാൾ നിൽക്കുന്ന ഇടം മനോഹരമാണോ, നിൽക്കുന്ന ഇടം ശാന്തിയും സ്നേഹവും കരുണയും നിറഞ്ഞ സ്ഥലമായിരിക്കും. എല്ലാ ആളുകളും ഈ ലോകം മുഴുവനും അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് നിറഞ്ഞിരിക്കുന്നത് സമാധാനവും ശാന്തിയും കരുണയും ദയയും കനിവും അലിവും അനുകമ്പയുമായിരിക്കും. അതിൽ ഒരാൾ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് ഒന്നിനെയും പിടിച്ചു വയ്ക്കുന്ന സ്വാതന്ത്ര്യമല്ല, ഒന്നിനോടും ഒട്ടി നിൽക്കുന്ന സ്വാതന്ത്ര്യമല്ല. അങ്ങനെയുള്ള ഒരാൾ ആകാശത്തെ പോലെയാണ്. ആകാശം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള കഴിവ് ആകാശത്തിനുണ്ട്. ആകാശം അവിടെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭൂമി നോക്കിയാലും വായു നോക്കിയാലും ജലം നോക്കിയാലും അഗ്നി നോക്കിയാലും കാണുന്നത് സ്വീകരിക്കൽ മാത്രമാണ്. അതേപോലെ നമ്മൾ ഈ കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കരുണ, സ്നേഹം, ദയ, അനുകമ്പ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്ര കണ്ട് നമ്മൾ നമുക്കായിട്ട് കൊടുക്കുന്നുവോ അത്ര കണ്ട് നമ്മൾ സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വഴിയിലാണ്. അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ശരിക്കും നടത്തണം. അല്ലാതെ നമ്മളൊരു പ്രഭാഷണം കേൾക്കുന്നു, അതേപോലെ ചില വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, ചില സമയത്ത് നമ്മൾ അത് സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ആ വായിച്ചത് കൊണ്ടോ നമ്മൾ കേട്ടത് കൊണ്ടോ നമുക്ക് ഗുണമില്ല. മിക്ക ആളുകളും ചില സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് പറയാറുണ്ട്, മനസ്സിൽ വല്ലാതെ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്, എന്താണ് ചെയ്യുക, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്, ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ചിന്തകൾ അടങ്ങുന്നില്ല. ചിന്തകൾ അടങ്ങാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുന്നതിൽ ജീവിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മളോട് ഒരാൾ പറയുക, നീ ക്ഷമയുള്ളവനാവുക. ക്ഷമയുള്ളവനാവുക എന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കുക മാത്രമേ ചെയ്യുന്നത്, നമ്മൾ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ക്ഷമയുള്ളവനാവുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിജ്ഞ നമ്മളെടുക്കുക, ഇന്ന് ഞാൻ എല്ലാവരോടും ക്ഷമയുള്ള ഒരാളായിട്ട് മാറും, എല്ലാവരോടും ഞാൻ ക്ഷമിക്കും, എല്ലാവരെയും ഞാൻ കരുണയോടെയും സ്നേഹത്തോടെയും നോക്കും. എന്നിട്ട് ആ രീതിയിൽ അതേപോലെ നമ്മൾ ആ ദിവസം ജീവിക്കുക. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഒന്ന് വിലയിരുത്തണം നമ്മളെ. കരുണയോടെയും സ്നേഹത്തോടെയും എനിക്കെല്ലാത്തിനെയും സർവ്വജീവജാലങ്ങളെയും നോക്കാൻ കഴിഞ്ഞോ? ശരിക്കും എനിക്ക് ക്ഷമയുണ്ടായോ? നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായോ? സമയം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടാവും. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക, ശരി,
ഇന്ന് കുറച്ച് മാറ്റം എനിക്കുണ്ട്. ഇന്നലെ മെനഞ്ഞാന്നത്തെ പോലെ ആയിരുന്നില്ല ഞാൻ ഇന്ന്. ശരിക്ക് ഈ ദിവസം മുതൽ ഞാൻ നാളെ വരെ ഏറ്റവും കരുണയോടും സ്നേഹത്തോടെയും ദയയോടെയും ക്ഷമയോടെയും ഞാൻ ജീവിക്കും. ഇങ്ങനെ നമ്മൾ പ്രതിജ്ഞയെടുത്ത് ഓരോ ദിവസവും ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വലുതായിട്ട് മാറും. ഓരോ തുള്ളി വെള്ളവും വീണ് പാത്രം നിറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വം നിറയും. അപ്പോൾ നമുക്ക് നല്ല മനുഷ്യനാകാൻ സാധിക്കും. ലോകത്ത് മുഴുവൻ ആളുകളും നല്ല മനുഷ്യരായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ലോകം ഏറ്റവും മനോഹരമാണ്. ശാന്തിയും സ്നേഹവും കരുണയും നിറഞ്ഞ ഇടമാകും. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ